ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ഒരു കാറൊക്കെ മേടിച്ചുട്ടാ. ഇത് പിന്നെ ഏതാ കാറെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് മെർസിഡസിന്റെ ജി വാഗൺ. ഇത് ആക്ച്വലി എൻ്റെ ഭാര്യയ്ക്കാണ് ഈ കാർ മേടിച്ചത്. എൻ്റെ ഭാര്യയുടെ പേര് അമാൻഡാന്നാ. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അവൾ പിന്നെ കുറേ ദിവസമായിട്ട് പറയണ്ടായിരുന്നു അവൾക്ക് സ്വന്തമായിട്ട് ഒരു ലക്ഷറി കാർ വേണമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാർ മേടിച്ചു. ആ ജി വാഗൺ കുഴപ്പമില്ലട്ടാ, നൈസ് കാറാ, ഒരു ലക്ഷറി കാറാ. ഈ കാർ പിന്നെ അത്യാവശ്യത്തിന് ഓഫ് റോഡൊക്കെ പോവേ. ഞാൻ പിന്നെ പിങ്ക് കളറിലാ ഈ കാർ മേടിച്ചേ. അമ്മാൻ്റെക്ക് ഈ പിങ്ക് കളർ എന്തായാലും ഇഷ്ടാവേ. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു താറുണ്ടായിരുന്നു കേട്ടാ. അമ്മാൻ്റെക്ക് എന്താണാവോ, അവൾക്ക് താറ് ഇഷ്ടമില്ലാന്ന്, അവൾക്ക് ലക്ഷറി കാർ വേണമെന്ന്. അതുകൊണ്ട് ഞാൻ അവൾക്ക് ലക്ഷറി കാർ മേടിച്ചു. അമ്മാൻ്റെ അമ്മാൻ്റെ ഇവളിത് എങ്ങോട്ടേക്കാ പോയേ? ഇവള് വീട്ടിലുണ്ടാവും, വേറെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോവാ. അമ്മാൻ്റെ പുറത്തേക്ക് പോവാ. ഇത് നോക്കിയേ, ഞാൻ നിനക്ക് ഒരു കാറൊക്കെ മേടിച്ചു. നീ കുറെ ദിവസമായിട്ട് പറയണ്ടായിരുന്നില്ലേ? ഇവളിത് ഇങ്ങോട്ടേക്ക് പോയേ? ഇവിടെ ഹാളില് ആരെയും കാണാനില്ല ഏട്ടാ. ഹാളില് കാണാനില്ല, ഇവിടെ ഡൈനിങ് റൂമിലില്ല, കിച്ചണിലും കാണാനില്ല. അമ്മാൻ്റെ എന്നെ ടെന്നീസ് കോച്ചിന്റെ കൂടെ വിളിച്ചോടി പോയേ? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഇവിടെ ബാക്കിലും കാണാനില്ലേട്ടാ. അതെ, ഞാൻ വീട്ടിലെ മൊത്തം സെർച്ച് ചെയ്തു, അമ്മാൻ്റെ വീടിൻ്റെ അകത്തില്ല. ഇവിടെ പിന്നെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട്. ഇനിയിപ്പോൾ അമ്മാൻ്റെ എവിടെ ഉണ്ടാവോ? അവള് ചിലപ്പോൾ ടെന്നീസ് കളിക്കണ്ടാവും കേട്ടാ. അവള് ടെന്നീസിൽ പ്രോ പ്ലെയറാ. ഇവിടെ ഉണ്ടാ? അമ്മാൻ്റെ ഇവിടെ ഇല്ല കേട്ടാ. അല്ലെങ്കിലും ഒറ്റയ്ക്ക് ആരെങ്കിലും ടെന്നീസ് കളിക്കുമോ? എന്നെ വിളിക്കാണ്ട് അവള് ടെന്നീസ് കളിക്കില്ല. എന്തെങ്കിലും ആവട്ടെ. എന്നിട്ടായാലും അമ്മാൻ്റെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് അതൊരിക്കും ഇരുന്ന് ടി വി കാണാം. ഓക്കെ, എനിക്കപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു കേട്ടാ. ഈ മൈക്കിൾ ശരിക്കും ഒരു പുതിയ കാറൊക്കെ മേടിച്ചു, അതും മെർസിഡസിന്റെ ജി വാഗൺ. ജി വാഗൺ പിന്നെ നൈസ് കാറാ, ഒരു രക്ഷയില്ല. ആ കാറ് നല്ല സ്പീഡിൽ പോവേ, പിന്നെ ഓഫ് റോഡും പോവും. എന്നിട്ടായാലും രാത്രി ആവട്ടെ, രാത്രിയാകുമ്പോൾ നമുക്കത് അടിച്ചു മാറ്റാം. അല്ല, എന്തിനപ്പോ രാത്രിയാണോ വരെ വെയിറ്റ് ചെയ്യണേ? നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് ആ കാർ അടിച്ചു മാറ്റാം. ഈ വീട്ടിലിപ്പോ മൈക്കിളല്ലാണ്ട് വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. മൈക്കിൾ അവിടെ അമ്മാൻ്റെ എന്ന് വിളിക്കണ്ടേ? അതിന്റെ അർത്ഥം ഈ വീട്ടിൽ ആരും ഉണ്ടാവില്ല എന്നാ. ഇതിപ്പോ പറ്റിയ ചാൻസാ, നമുക്ക് പോയിട്ടേ ആ കാർ അടിച്ചു മാറ്റാം. ഈ ഭാഗത്തിപ്പോ എനിക്ക് ആരെയും കാണാനില്ല. വീട്ടിൽ പിന്നെ ടി വിയുടെ സൗണ്ട് കേൾക്കാണ്ട് കേട്ടാ. മൈക്കിൾ മിക്കവാറും ടി വി ആണോ? അപ്പോൾ കാർ അടിച്ചു മാറ്റിയ മൈക്കിൾ അറിയാൻ പോണില്ല. ഇതാണ് ആ പുതിയ കാറ്, നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് അടിച്ചു മാറ്റാം. ലെറ്റ്സ് ഗോ. ഈ കാറ് പിന്നെ പിങ്ക് കളറിലല്ലേ? മൈക്കിളിന്റെ വൈഫിന് പിങ്ക് കളർ ഇഷ്ടാവും, അതുകൊണ്ടാവും പിങ്ക് കളറിൽ എടുത്തിണ്ടാവുക. എന്നിട്ടല്ലേ ഈ വണ്ടിയില്ലേ, അതൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ പണിപ്പാളേ. അതെ, ഒരു മിനിറ്റ്, ഞാൻ എന്തോ സൗണ്ട് കേട്ടുട്ടാ. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സൗണ്ടാണ് ഞാൻ കേട്ടെ. എൻ്റെ വണ്ടി ആരെങ്കിലും അടിച്ചു മാറ്റിയേ? അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. എൻ്റെ വണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും, അതിപ്പോൾ ആരടിച്ചു മാറ്റാനാ? ഇതെന്തത്? എൻ്റെ വണ്ടിയോടെ? എൻ്റെ വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തേ. ഞാൻ ഇപ്പോൾ മേടിച്ചു കൊണ്ടുവന്നുള്ളൂട്ടാ, അപ്പോഴേക്ക് ഇത് ആരാണോ അടിച്ചു മാറ്റിയേ? ഷേ, ഇതെന്താ അവസ്ഥയാണ്? ആ കാറ് ഞാൻ ഇപ്പോൾ മേടിച്ചുള്ളൂ, മേടിച്ചിട്ട് ഒരു മണിക്കൂർ പോലും മൈൻഡാവില്ല, അപ്പോഴേക്കും ആരോ ഒന്ന് അടിച്ചു മാറ്റി. ഈ അമ്മാൻ്റെ എങ്ങോട്ടേക്കാണോ പോയേ? അവൾക്ക് വേണ്ടിയിട്ടാ ഈ കാർ മേടിച്ചേ. എന്നിട്ട് അവളെ ഈ പരിസരത്ത് കാണാനില്ല. ഇവള് കാരണം എൻ്റെ കാശും പോയി, എൻ്റെ വണ്ടിയും പോയി. അത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ അതിനെ നിവർത്തിയുള്ളൂ. എൻ്റെ കാറ് ആരാണോ അടിച്ചു മാറ്റിയേ? എന്നാലും എൻ്റെ കാറ് ആരും അടിച്ചു മാറ്റിയേ? ഈ സിറ്റിയിലിപ്പോൾ എനിക്ക് ശത്രുക്കളൊന്നും ഇല്ലേ? ആ കാർ അടിച്ചു മാറ്റുന്നവർ എൻ്റെ ശത്രുക്കളാവണമെന്നില്ല, ആരെങ്കിലുമൊക്കെ വന്ന് അടിച്ചു മാറ്റും. എന്നിട്ടായാലും നമുക്ക് നേരെ സ്റ്റേഷനിൽ പോവാം. ഓക്കെ, നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാ. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. അവിടെ പിന്നെ ഒരു സാറ് നിൽക്കുന്നുണ്ട്. ഹലോ സാറേ, അതെ, നൈസായിട്ട് പണിപ്പാളി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്താണ് പ്രശ്നം? സാറേ, അതെ, ഒരു വണ്ടിയുണ്ട്. ഞാനൊരു പുതിയ കാർ മേടിച്ചു, മെർസിഡസിന്റെ ജി വാഗൺ. ഇന്ന് മേടിച്ചുള്ളോ, മേടിച്ചിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല,
അപ്പോഴേക്കും ആരോ ആ കാർ അടിച്ചു മാറ്റി. കാർ അടിച്ചു മാറ്റേ? അത് ശരി. എന്നൊരു കാര്യം ചെയ്, ആ വണ്ടിയുടെ നമ്പർ പറ, നമ്മളാ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം. നമ്പറാ? സാറേ, എൻ്റെ വണ്ടിക്ക് നമ്പർ ഇല്ല, നമ്പർ കിട്ടിയിട്ടില്ല. ഞാൻ ഫാൻസി നമ്പറാണ് ബുക്ക് ചെയ്തത്. കുറച്ച് ദിവസം എടുക്കും, ടെമ്പററിയിലാണ് ഓടണേ. അത് ശരി, വണ്ടിയിലിപ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്പർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ നമ്പർ ട്രാക്ക് ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും, ആ കാർ എവിടെ ഉള്ളതെന്ന്. ഇതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ എക്സ്ട്രീംലി സോറി. നിങ്ങൾക്ക് തൽക്കാലം ഇവിടുന്ന് പോവാം. ഓ, ഇതെന്തത്? പോലീസുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ. കാരണം എൻ്റെ വണ്ടിക്ക് നമ്പർ കിട്ടിയിട്ടില്ലേ, ഇപ്പോഴും ടെമ്പററി രജിസ്ട്രേഷനിലാണ് ഓടണേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ വണ്ടി എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ആ വണ്ടി ആരാണോ അടിച്ചു മാറ്റിയേ അയാൾ ഞാൻ വെറുതെ വിടില്ല, അത് ഉറപ്പാ. ഓക്കെ, നമ്മളങ്ങനെ ഈ കാറില്ലേ അത് പെടയായിട്ട് മോഡിഫൈ ചെയ്തോട്ടാ. മുന്നേ ഈ കാറിനെ പിങ്ക് കളറായിരുന്നു, ഇപ്പം ഞാൻ ബ്ലാക്ക് ആക്കി. പിന്നെ ഈ കാറിൻ്റെ അലോയ്സ് മാറ്റി. ഇതുണ്ടില്ലേ, വലിയ സൈസ് അലോയ്സ് വെച്ചേക്കാ. ഇപ്പം ഈ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടാ. ഇപ്പം ഇത് കണ്ടാലേ പക്ക ഓഫ് റോഡ് വണ്ടിയെന്ന് പറയും, ഒരു രക്ഷയും ഇല്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം.